ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലാണ്ട് ഒരു ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഹോസ്പിറ്റലിൽ അതൊരു സൺഡേ വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നിവിടെ ഒരുമിച്ച് കൂടി ഇരുന്നതിനും വലിയ ഒരു കൃതജ്ഞതയുണ്ട്. ഇവരുടെ ഈ ചിരിക്കൊപ്പം നമ്മൾക്കും ഒത്തുചേരാം എന്നുള്ള ഒരു മെസ്സേജാണ് ആസ്ട്ര മിംസ് കാലിക്കറ്റ് കൊടുക്കുന്നു. ഗ്രൂപ്പിൻ്റെ അസറ്റ് ചെയർമാൻ്റെ വലിയൊരു വിഷൻ എന്ന് പറയുന്നത് ലോകത്ത് എവിടെ ഏത് നൂതന സാങ്കേതിക വിദ്യ ആരോഗ്യരംഗത്തുണ്ടോ അത് ഈ പറയുന്ന ആസ്ട്രൻ്റെ എല്ലാ യൂണിറ്റുകളിലും കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ ടെക്നോളജി. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകൾ എപ്പോഴും സ്കാനിൽ ചിലപ്പോൾ സാധാരണ സ്കാനിൽ തടിപ്പുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ സ്കാൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള അമിതമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന രോഗികളിൽ തടിപ്പുകൾ കൂടി ഉണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയർ സ്കാൻ ചെയ്യാം. അത് മുഴകളിൽ നിന്നാണെങ്കിൽ അത് നേരത്തെ പിൻഹോൾ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം കംപ്ലീറ്റ് സോൾവ് ആവും. ഇപ്പോൾ ഒരു ജോലിയെല്ലാം കിട്ടി ഒരു മീറ്റിങ്ങിലായാലും ഒരു ഫംഗ്ഷനിലായാലും എല്ലാം പോകുന്ന സമയത്ത് തന്നെ എന്നോട് എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നത് ഹായ് ശ്രുതി, എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടോയെന്നായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എൻ്റെ അടുത്ത് വരുമ്പം പറയും, ചേച്ചി ഒരുപാട് വ്യത്യാസമുണ്ട്, ഈ ചുരുങ്ങിയ ഒരു 1.5 മാസമല്ലേ ആള്, ഇതുകൊണ്ട് തന്നെ നല്ല വ്യത്യാസമുണ്ട് ചേച്ചിക്ക് സൗഖ്യം വന്നിട്ടുണ്ടെന്ന് എന്നോട് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ദൈവത്തിൻ്റെ പോലെയാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നത്. അവർ നമ്മളോട് അത്രയും നന്നായിട്ട് പെരുമാറുമ്പം നമുക്ക് ഭയങ്കര ധൈര്യം വരും. മരുന്നൊന്നുമില്ലാതെ ഒരു എന്താ പറയുക മാന്ത്രിക വിദ്യയിലൂടെ അല്ലേ ആ സർജറി വലിയൊരു 3 മുഴ കാണുമ്പം തന്നെ അറിയാം ഭയങ്കര വലിയ മുഴയായിരുന്നു. ഒരു മണിക്കൂർ നേരത്തെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് യാതൊരു പെയിനും അറിയാതെ ആരോഗ്യം കിട്ടിയ മാതിരി. വീട്ടിൽ സന്ദർശകരിങ്ങനെ വരുമല്ലോ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയുന്ന. സ്വന്തമായിട്ട് മുഴ തന്നെ ഹോർമോൺ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് പിൻഹോൾ ഭയങ്കര നല്ല ഓപ്ഷനാണ്. കാരണം അവർക്ക് മെഡിസിൻ നിർത്താൻ പറ്റും. നമ്മൾ സാധാരണ മെഡിസിൻ നമ്മൾ എത്രയാണോ കഴിക്കണത് കഴിക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ പേഷ്യൻസിന് മെഡിസിൻ നിർത്താൻ പറ്റും, മുഴയും കുറഞ്ഞു. നമുക്കിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ കാത്ത് ലാബിൽ ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കൊരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ റഫീഖ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പലപ്പോഴും ഞാൻ ക്ലാസ്സൊക്കെ എടുക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മാറി നിൽക്കാറ്, അതുപോലെ പാട്ട് പാടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.